വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള ഒരു സ്പേസിലാണ്. ഈ ആനടിക്കുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും കരുമണ്ണൂർ വരുന്ന വഴിക്കാണ് ഈ ആനടിക്കുത്ത് വെള്ളച്ചാട്ടം ഉള്ളത്. അതായത് നമ്മുടെ തൊമ്മൻകുത്ത് വാട്ടർഫാൾസിന് വളരെ അടുത്ത് തന്നെയാണ് ഈ ആനടിക്കുത്ത് വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ അതേ ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാർ പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട്. 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ പാർക്ക് ചെയ്യാം. അവിടുന്ന് ജസ്റ്റ് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ട്. പിന്നെ ആ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തായാലും ഇവിടെയൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഇവിടെ ഒരു കട പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പണ്ടൊന്നും വരുമ്പോൾ ഇവിടെ ഒരൊറ്റ കട ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇഷ്ടംപോലെ കടകളും ഒക്കെ ഉണ്ട്. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി. സാധാരണ ഇതിന് വരുമ്പോൾ ആദ്യം തന്നെ പോകുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ടോപ്പ് ഭാഗത്തേക്കാണ് കയറി വരിക. കാരണം വെള്ളച്ചാട്ടത്തിന് അവിടെ എന്തായാലും നല്ല തിരക്കായിരിക്കും. മാത്രമല്ല ഇന്ന് ഞായറാഴ്ചയാണ്. അവിടെ പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ ടോപ്പിൽ കണ്ടോ, ഇന്നിപ്പോൾ വെള്ളം കുറവാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അവിടെ കുറച്ച് ആഴത്തിലുള്ള കുഴികളുണ്ട്. അത് അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ വെള്ളം നിരന്ന് പോകുമ്പം അത് മനസ്സിലാവില്ല. അത് കറിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ ഒരുപാട് വലിയ കുഴികളുണ്ട്. ഒരാൾക്ക് മുങ്ങി പോകാൻ പാകത്തിനുള്ള കുഴികൾ ഇപ്പം നമ്മൾ കണ്ട ഭാഗത്തിനിടയ്ക്കുണ്ട്. അത് നമുക്ക് വെള്ളം ഇങ്ങനെ നിരന്ന് ഒഴുകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ മേലോട്ട് കയറി പോവുകയാണിത്. ഇതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ഫ്രണ്ടും അവക്കടെ ചേട്ടനും ഒക്കെയാണത്. ഇവരിതുവരെ എൻ്റെ ടോപ്പിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ടോപ്പിൽ ഇപ്പോൾ വലിയ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മൾ മാക്സിമം നമ്മളൊരു എക്സ്പ്ലോർ ചെയ്യാനൊരു സ്ഥലത്ത് വരുവാണെങ്കിൽ ഞായറാഴ്ചകൾ മാക്സിമം ഒഴിവാക്കുന്നതാവും നല്ലത്. അതായത് കണ്ടോ, നമ്മൾ എത്ര ഭംഗിയായിട്ട് ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് പോകുന്നതാണ് ഇതെല്ലാം. കൂടുതലും എനിക്ക് തോന്നുന്നു വലിയ ട്രാവലറൊക്കെ വിളിച്ച് ട്രിപ്പായിട്ട് വരുന്നവരാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ആ വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ഇട്ടേക്കുകയാണ്. അത് താഴെ വെള്ളച്ചാട്ടത്തിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനെ ഇട്ടേക്കുകയാണ്. ഫുള്ള് വേസ്റ്റ്. കുപ്പികളും പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവരത് തിരിച്ചു കൊണ്ടുപോകുന്നില്ല. എങ്ങോട്ട് കൊണ്ടുവരുന്ന പോലെ അത് തിരിച്ചു കൊണ്ടുപോകുന്നില്ല ആരും. ഇനി നമുക്ക് താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കുഴികൾ. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോ വലിയ വലിയ കുഴികളുണ്ട്. പക്ഷേ അത് മനസ്സിലാവില്ല. നമ്മൾ ചവിട്ടിക്കഴിഞ്ഞ് താഴത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് മുങ്ങാവുന്ന വെള്ളമാണ് ഇതെല്ലാം. ഞാൻ ഇതിൻ്റെ ഇവിടെ പോയിട്ടുണ്ട്. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. ഒരു 5 അടി ഒക്കെ ഉള്ളവർ സുഖമായി മുങ്ങിപ്പോകുന്ന എന്താ പറയുക, ഗർത്തങ്ങൾ എന്നല്ല പറയുക, കുഴികളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ആണെങ്കിൽ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ചവിട്ടാൻ അവിടെ. ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്, വളരെ കുറച്ച് ദൂരം. ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം താഴെ ആൾക്കാർ കുളി കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഉണക്കാൻ ഇട്ടേക്കുന്നത്. അത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുത്തിൽ എത്രമാത്രം ആൾക്കാരുണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നല്ല ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾ പോരുന്ന വഴിക്ക് 2-3 ട്രാവലർ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ അതിനകത്തൊക്കെ ആൾക്കാരുണ്ടാവും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആനയടിക്കുത്ത് വാട്ടർഫാൾസ് ഭയങ്കരമായിട്ട് സെക്യൂറാണ്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒഴുകി പോവുക അങ്ങനെയൊന്നും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല.
ഈ വഴി നേരെ നമുക്ക് കുത്തിലേക്ക് പോകാം. കണ്ടോളൂ, ഇഷ്ടം പോലെ ആളുകൾ കുളി കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 പള്ളിപ്പെരുന്നാൾ നടത്താനുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, എല്ലാവരും കുളിക്കാണ്. കണ്ടില്ലേ, ഫാമിലീസ് ഉണ്ട് ഇഷ്ടം പോലെ. എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ആനയടിക്കുത്ത്. നല്ല സെക്യൂറുള്ള സ്ഥലമാണ്. പിന്നെ ഇപ്പോഴും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടാകും. അതായത് ഉണങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് ആ കാണുന്നത്. ആ കുത്തിൽ നിൽക്കുന്ന ആൾക്കാർ കൂടാതെ ഇവിടെയും ഇത്രയും ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഫുഡ് കൊണ്ടുവന്നൊക്കെ, ഇതാണ് പറഞ്ഞത്, ഇങ്ങനെ ഇവർ ഫുഡൊക്കെ ആയിട്ട് വരും. കഴിച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റൊക്കെ അവിടെ തന്നെ ഇടും. എല്ലായിടത്തും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ കുപ്പികളും പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന ആനയടിക്കുത്തിൻ്റെ ആ ഒരു വ്യൂ. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് കുറഞ്ഞൊരു ടൈമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ.